ഇതണ്ട ഈ വീഡിയോ കണ്ടില്ലേ? ഇതണ്ട ഏതോ ചെക്കൻ്റെ ഹെൽമെറ്റ്, ഇതൊക്കെ ഫ്ലാറ്റിൽ പുള്ളി പോയി എടുത്ത് വീഡിയോ ആണ്. ഇതിനൊക്കെ എന്താ പറയാനുള്ളത് സഫക്ക്? ഇതിൽ സത്യം ഉണ്ടോ ഇല്ലയോ? സത്യമുണ്ട്, ഞാൻ പറയാം. മാനു ഒരാഴ്ചയായി നമ്മുടെ ഫ്ലാറ്റിൽ ഇല്ല, എൻ്റെ ഫ്ലാറ്റിൽ ഇല്ല, എൻ്റെ കൂടെ ഇല്ല. പുള്ളി ബെഡും കിടക്കൊക്കെ എടുത്ത് പോയതാ, എവിടേക്കോ പോയതാ. ഇത് ഫസ്റ്റ് ലല്ലുമായിട്ട് എന്നെ ഡൗട്ട് അടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാ, നിങ്ങൾ 3 ആള് തമ്മിൽ മീൻസ് എനിക്ക് 2 ആളും ഉണ്ട് അത്ര ബന്ധം. എന്താ ഇപ്പൊ പറയാ? എന്നിട്ട് മാനു പറയുന്നത് ഇപ്പൊ എനിക്ക് ഈ ഒരു ബന്ധം ഉണ്ടായതുകൊണ്ടാണ് മാനുവിനെ ഞാൻ ഒഴിവാക്കുന്നത്. നമ്മൾ ഓൾറെഡി മുന്നേ പ്രശ്നമുണ്ട്. മെഹനുമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മൊത്തത്തിൽ ഒഴിഞ്ഞു പോകാനാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി വേണ്ട, ലൈഫിൽ വേണ്ട. ഇപ്പം കണ്ടില്ല, ഇപ്പൊ ബാഡ് ആയിട്ടുള്ള ഫോട്ടോസ് അടക്കം ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അത് തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിക്ക് മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഹസ്ബൻഡിന് ഇനി വേണ്ടാത്തായിരിക്കും നല്ലത്. ഞാൻ ആകെ അങ്ങോട്ട് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞെങ്കിൽ ഈ അടുത്ത് ഇപ്പൊ സ്നാപ്പിന്റെ ഇഷ്യൂ ഉണ്ടായപ്പം ആ ഫോട്ടോസ് എനിക്ക് അയച്ചത് എനിക്ക് അറിയാതെ മാനുവിന്റെ വഴിയാണ് ഫസ്മിനാക്ക് എത്തിയെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്ത് മെസ്സേജ് അയച്ചത്? എടാ മോനെ, ഫസ്മീനെ പറയുന്ന ഇന്നർവെയർ ഇട്ട ഫോട്ടോ ഞാൻ ലല്ലുവിന് അയച്ചോടാ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക്. നായേ ചുളുപ്പ് ചീ. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് സഫ മെഹനു. അതെ, നമ്മളിങ്ങനെ ഏതൊരു യൂട്യൂബിന്റെ സാധനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതന്നെ വാർത്ത. ഞാൻ ആദ്യം മുതലേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മാനു യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ യൂസ് ചെയ്യുന്ന ഒരാളാണ് മാനു. അതിനൊക്കെ സപ്പോർട്ട് നിൽക്കുന്ന ഒരാളാണ് മാനുവിന്റെ ഉമ്മ. നമ്മൾ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് അവര് സപ്പോർട്ട് നിൽക്കുന്നുള്ളൊരു ബലത്തിലാണ് മാനു ഇത്ര ധൈര്യത്തിൽ അവിടെ നിൽക്കുന്നത്. എന്തിനവരുണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ട് മാനുവിന്. കൊച്ചിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാനൊന്നും വേറൊന്നും ചെയ്യാത്തത് അങ്ങനെ. പക്ഷെ ഈ പോലീസ് വിളിച്ചിട്ടും വരുന്നില്ല. അപ്പൊ മറ്റേ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. നിത്യം കുറച്ച് തിരൂരത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു വട്ടമൊക്കെ കൊച്ചിനെ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തൊക്കെ അയച്ചു. അതിനുശേഷം ഇതുവരെ കുട്ടീനെ കാണണമെന്നോ കുട്ടീനെ കാണാൻ വരട്ടെ എന്നോ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നോ. ചെറിയ കൊച്ച് 9 മാസമുള്ള കൊച്ച, ഡയപ്പർ ആവശ്യമുണ്ട് അവന്, ഫുഡ് കുറുക്ക് എന്തൊക്കെ ആവശ്യമുള്ള ഒരു കൊച്ചിന്റെ ചെലവ് എന്താണെന്ന് അറിയാവുന്നല്ലേ. അപ്പൊ അതൊന്നും അന്വേഷിക്കാത്ത ആള് പിന്നെ ഈ മീഡിയക്ക് മുന്നിൽ വന്നിട്ട് സഹതപിക്കേണ്ട കാര്യമില്ല. അതൊന്നുകിൽ എന്നെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ച് പറയാം എനിക്ക് കുട്ടീനെ കാണണം അങ്ങനെ പറഞ്ഞ് അപ്പൊ ഞാൻ കാണിക്കും. ഞാൻ കാണിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കൊച്ചിന്റെ വാപ്പ തന്നെയാണ് എന്ത് വന്നാലും. വീണ്ടും സഫ തന്നെയാണ് നമ്മളെ കൂടെ ഉള്ളത്. നമ്മൾ മെഹനൂനൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു, പക്ഷേ ഫോൺ എടുത്തില്ല. ഇൻ്റർവ്യൂ തരാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അവരെല്ലാം നിരന്തരം ഞാൻ വിളിച്ചിരുന്നു, തന്നില്ല, ഇൻ്റർവ്യൂ തന്നില്ല. വീണ്ടും നമ്മൾ സഫ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളോടി പറയാനുണ്ടെന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ട് വീണ്ടും സഫേനെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിനും കൂടി വേണ്ടി വിളിച്ചതാണ്. സഫ കുറച്ച് കാര്യങ്ങൾ ഇതിനിടക്ക് വന്നു. ഈ മറ്റേ വണ്ടിയുടെ ഡ്രൈവറെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സാറ്റലൈറ്റ് ചാനൽ ഉൾപ്പെടെ വാർത്ത വന്നു. ശരിക്കും അതെന്താ സംഭവം? അത് എന്നാ മാർച്ചിലാണ് ഉണ്ടാവുന്നത്. എനിക്ക് വണ്ടി റിട്ടേൺ തരാൻ വന്നതാ. അവൻ നാട്ടിലേക്ക് പോയിരുന്നതാ, പെരുന്നാളായല്ലോ. അപ്പൊ നാട്ടിലേക്ക് പോയിരുന്ന സമയത്ത് വണ്ടി തരാൻ വേണ്ടി വന്നു. നാജി മാത്രമല്ല, കൂടെ ഇവനും ഉണ്ടായിരുന്നു, സെബിലും ഉണ്ടായിരുന്നു. 2 ആളും കൂടിയാണ് വന്നത്. അപ്പോൾ ആ പരിസരത്ത് അവൻ വണ്ടി ഇട്ടില്ല. കാരണം ഓൾറെഡി കുറെ പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് വണ്ടി കുറച്ച് ജംഗ്ഷനിലേക്ക് മാറ്റി വണ്ടി ഇട്ടിട്ട് ഡ്രൈവർ വണ്ടീനകത്ത് ഇരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞു, ഞാൻ വണ്ടിയായിട്ട് വരുന്നുണ്ട്, വണ്ടി തരാൻ വേണ്ടി വരുന്നുണ്ട്, അപ്പൊ സെബിൽ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ വാ താക്കോല് തന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അപ്പൊ അവൻ വണ്ടിയിൽ കിടക്കാണ്, ഉറങ്ങിയോ അങ്ങനെ എന്തോ സംഭവം നടക്കുന്നത്, അവൻ ഉറങ്ങാന്ന് തോന്നുന്നു വണ്ടിയിൽ. സെബിൽ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് പറയാൻ വേണ്ടി. സെബിൽ വന്ന് എൻ്റെ സ്റ്റെപ്പിന്റെ അവിടെ എവിടെയോ, എൻ്റെ ഫ്ലാറ്റിലേക്ക് കയറിയിട്ടില്ല അവൻ, സ്റ്റെപ്പിന്റെ അവിടെ ഇരിക്കുകയോ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് വരുന്ന സമയത്താണ് മെഹനാസും മൊയിനുദ്ദീൻ എന്ന് പറയുന്ന ഫ്രണ്ടും കൂടി അതിലെ 2 വീലറിന് പാസ് ചെയ്തിട്ട് ലല്ലുവിന്റെ വീഡിയോ എടുത്തു. അപ്പൊ തന്നെ എന്തോ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് മേളിൽ നിന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് സൗണ്ട് കേട്ടിട്ട് ജനലിന്റെ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു 2 വീലറിൽ ഒരാൾ വണ്ടി ഫ്രണ്ടിൽ നിൽക്കുന്നു, മറ്റാൾ ഓടി വന്നിട്ട് കയറിയിട്ട് പോകുന്ന സീൻ ഞാൻ കാണുന്നുണ്ട്. മൊയിനുദ്ദീനാണ് ഓടി കയറിയത്. മൊയിനുദ്ദീൻ ഇട്ട ടീഷർട്ട്, മാനുവിന്റെ ഒരു ഗ്രീൻ ടീഷർട്ട് ഉണ്ട്, ഗ്രീനും ക്രീമും. ഞാനത് ശ്രദ്ധിച്ചു. വണ്ടി നമ്മൾ നോക്കിയില്ല, ആരും ഓടി പോണത് ഞാൻ കാണുകയും ചെയ്തു. ആ സമയത്താണ് കുറച്ചുപേര് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ഹസ്ബൻഡ് അതാ അവിടെ ഒരാളെ നിന്റെ ഡ്രൈവറെ തല്ലുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ സെബില് വിളിച്ചിട്ട് പറഞ്ഞു, നാജീനെ അവിടെ നിന്ന് തല്ലുന്നുണ്ട്, മെഹനാസ് തല്ലുന്നുണ്ട്, ഞാനിപ്പോ അതിന്റെ ഇടയിലേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ കയറിയതിനാ അവനെ തല്ലും എന്നുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിനെന്താ സംഭവം ഉണ്ടായെങ്കിൽ നാട്ടുകാരെല്ലാരും കൂടി വണ്ടി കയറ്റിയിട്ട്, മീൻസ് പ്രശ്നം ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല,
വണ്ടിയിൽ പിന്നെ നാജിയെടുത്ത് ചോദിച്ചപ്പോഴത് അറിയുന്നത് വണ്ടിയിൽ കയറ്റി വിട്ടു എന്നൊക്കെയാ പറയുന്നത്. സംഭവം അവൻ ഉറങ്ങി കിടന്നോടത്തുനിന്ന് ഡോറ് തുറന്ന് മേനാസും മൊയിനുദ്ദീനും അടിച്ചു. എന്നിട്ട് ചെക്കന എന്തൊക്കെയോ കമ്പിയും കൊണ്ടോ എന്തൊക്കെയോ കാലിലൊക്കെ നല്ല തടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിയിൽ ഇട്ട് തന്നെ എന്നിട്ട് കൊണ്ടുപോയി. മേനു എന്നെ വണ്ടി ഓടിച്ച് നാജീനെ ഇപ്പുറം ഇരുത്തി ബാക്കിയുള്ളൊരു 2 വീലർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ? അല്ല ഇവര് കൊണ്ടുപോയി, തട്ടിക്കൊണ്ടു പോണ രീതിക്ക് കൊണ്ടുപോയി ആളെ. കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ വാർത്ത. കോഴിക്കോട് അവന്റെ വീട്, നാജിയുടെ വീട് കോഴിക്കോടാ. അപ്പൊ അവനെ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. കാരണം എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനായി. കാരണം എന്റെ വണ്ടിയും കൊണ്ടാണ് വന്നത്. അപ്പൊ വണ്ടി എന്തോ പറ്റിയോ അങ്ങനെയൊക്കെ ഉള്ളൊരു, അവനിക്ക് എന്ത് പറ്റി എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ടെൻഷനായി. ആ സമയത്ത് എന്റെ അനിയത്തി വന്നായിരുന്നു. തട്ടിക്കൊണ്ടുപോയിട്ട് അപ്പൊ അവനെ വണ്ടിയിലിട്ട് പുള്ളിക്കാരൻ കൊണ്ടുപോയി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേറെ വഴിയില്ല. അപ്പൊ തന്നെ വേറെ പോലീസിനെ വിളിക്കണം എന്നുള്ള രീതിക്ക് ഞാൻ വേഗം 112 വിളിച്ചേ. അപ്പൊ അവരപ്പൊ തന്നെ വരികയും ചെയ്തു. സംഭവം എന്താണെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ അപ്പം തന്നെ GPS ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു. ഇന്ന സ്ഥലത്തേക്ക് വണ്ടി മൂവ് ആവുന്നുണ്ട്. എനിക്ക് എൻ്റെ GPS കാണാം മൂവ് ആവണത്, എവിടെ നിർത്തുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റും. മൂവ് ആവണ കണ്ടപ്പം സാർ ഇത് മൂവ് ആവുന്നുണ്ട്, പെട്ടെന്ന് അവനെ കൊണ്ടുവരണം, കാരണം തല്ലിയിട്ടാ കൊണ്ടുപോയേക്കണം. ഇനി അവിടെ കൊണ്ടുപോയി തല്ലോന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ സാർമാർ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ പുറകെ പോകാൻ പറ്റൂല, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് രാത്രി ഞാൻ എൻ്റെ അനിയത്തിനെയും വിളിച്ച് കൊച്ചിനെയും കൊണ്ട് നമ്മൾ 2 വീലറിന് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവിടെ സെബിൽ വന്നായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ രണ്ടാളും കൂടി തന്നെ പരാതി കൊടുത്തപ്പോ പുള്ളിനെ എവിടെ ഇറക്കി വിട്ടു? അപ്പൊ പുള്ളിനെ അവിടെ ഇറക്കി വിട്ടു, ജംഗ്ഷനിൽ ഇറക്കി വിട്ടു. അവിടെ കുറച്ചുള്ളൂ എന്റെ വീട്ടിലേക്ക്. പിന്നെ എന്റെ വീടിന്റെ അവിടെ പരിസരത്ത് വണ്ടി ഇടാത്തത് കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് ഈ വണ്ടിയായിട്ട് നടക്കുന്നതിന്റെ. അതുകൊണ്ട് പിന്നെ എന്റെ അടുത്ത് കൊണ്ടു ഇടാനതാ. മെഹനുവിന്റെ കൂടെ വേറെ ഉണ്ടായിരുന്നു. മേനുവിന്റെ ഫ്രണ്ട് എന്നുള്ളത് മൊയിനുദ്ദീനാണ്. ബാക്കി അറിയാത്ത കുറച്ച് ഫസ്മിനാന്റെ ഫ്രണ്ട്സ് ആയിരിക്കണം. എന്തും പറഞ്ഞിട്ടാണ് അടിച്ചെന്ന് പറയുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല. ഓൾറെഡി മേനുവിന് നാജിനോടൊരു ദേഷ്യമുണ്ട്. സംഭവം മേനു കൊടുത്ത പരാതി ആണെന്ന് പറഞ്ഞിട്ട് മാറി. അത് നാജിനെ അറിയാം. തിരൂര് സ്റ്റേഷനിൽ വെച്ച് കണ്ടതാ. തിരൂര് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ ചെക്കനെ തല്ലാന്ന് നിന്നപ്പോ ഞാൻ മുന്നേ കയറി നിന്നതാ. അവിടെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ മേനു കൊടുത്ത കേസിൽ എന്താന്ന് വെച്ചെങ്കിൽ ഞാനും ലല്ലും തമ്മിൽ അവിഹിതം ഉണ്ട് എന്നുള്ള രീതിയിലാണ് മേനു കേസ് കൊടുത്തത്. അവിഹിതം ഉണ്ടായതിന്റെ ദേഷ്യത്തില് ഡ്രൈവറിനെ കിട്ടിയെങ്കിലാണല്ലോ ലല്ലുവിനെ കിട്ടത്തുള്ളൂ. അങ്ങനത്തെ രീതിക്കാണ് ഡ്രൈവറിനെ തട്ടിക്കൊണ്ട് പോണത്. ഇപ്പൊ കേസ് എന്താ? കേസിന്റെ അവസ്ഥ എന്താണ് ഇപ്പൊ? കേസിന്റെ അവസ്ഥ ഇപ്പോ ഇന്നിപ്പോ കോർട്ടിലേക്ക് പകുതി ഹാഫ് പോയിട്ടുണ്ട്. ബാക്കി ഇന്നിപ്പോ പോവും. ഫുള്ളായിട്ട് ഇന്ന് കോടതിയിലേക്ക് പോകും. മെഹനുവിനെ വിളിക്കുകയും ചെയ്തോ? വിളിച്ച് മെഹനുവിനെ മാത്രല്ല, മൊയിനുദ്ദീനെ, ഫസ്മിനെ, 3 വിളിച്ചു. പക്ഷെ വന്നിട്ടില്ല. അവർ ഇതുവരെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല. ആലുവ സ്റ്റേഷനിലാണ് കൊടുത്തേക്കുന്നത്. ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അവര് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഫോൺ ആരാ? മൊയിനുദ്ദീൻ എടുത്തെന്ന് തോന്നുന്നു. മൊയിനുദ്ദീൻ മേനാസും എടുത്ത് ഫസ്മിനാന്റെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്താ നിരന്തരം ഇപ്പൊ നമ്മള് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാ ഇതാണ് സഫ, മെഹനു. നമ്മളിങ്ങനെ ഏതൊരു യൂട്യൂബിന്റെ സാധനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതന്നെ വാർത്ത. ഇങ്ങനെ കത്തി നിൽക്കാൻ എന്താണ് ഇത്രമാത്രം? സഫ ഒളിച്ചോടി പോയതാണോ ഈ പ്രശ്നം? ആയിരിക്കും, എനിക്കറിയില്ല. അത്രയും ബുദ്ധിമുട്ടാണോ ഈ മെഹനു എന്ന് പറയുന്ന ആൾക്ക്? ഞാൻ വിളിച്ചിട്ടൊന്നും പുള്ളി ഇന്റർവ്യൂ തരുന്നില്ല. നമ്മളിപ്പോ നമ്മളൊരു മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോ നമ്മള് 2 പേരുടെ ഭാഗം കേൾക്കും ഇല്ലേ? ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എനിക്ക് ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞ ഇന്റർവ്യൂ തന്നു. ഞാൻ അവരെ വിളിച്ചു, അവര് തരാം എന്ന് പറയല്ല, ഇന്റർവ്യൂ തരുന്നില്ല. അപ്പൊ അത് ഫസ്റ്റത്തെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർവ്യൂ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ തരൂല, എനിക്ക് ഉറപ്പാ തരൂല. മേനു ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് ഇന്റർവ്യൂ കൊടുക്കട്ടെ. കാരണം എന്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട്, അപ്പൊ രണ്ടാമതൊരാളുടെ ഭാഗത്തുനിന്ന് കേൾക്കണം. അത് ആരാണെങ്കിലും അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. അല്ല, അപ്പം പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടായതുകൊണ്ടാണോ ഇന്റർവ്യൂ തരാത്തതെന്ന്? അത് എനിക്കറിയില്ല. അത് പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ്, എന്താ സംഭവം. പിന്നെ ഞാൻ കഴിഞ്ഞെടുത്ത ഇന്റർവ്യൂല് മറ്റേ ഒരുപാട് കമന്റ് ഒക്കെ വന്നു. ഇങ്ങനെയൊക്കെ ഇടിച്ച് ഒരു 1-2 ഇടി കിട്ടിയാലൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ചായിരുന്നു. അത്രയൊക്കെ ഒരു ജീവിതമാണ്. ഞാൻ പറയാം, എന്റെ ലൈഫിൽ ആ ഒരു ഇടിയും കൊണ്ട് മാത്രല്ല, ഞാൻ ആദ്യം മുതലേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മേനു യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യുന്ന ഒരാളാണ് മേനു. അതിനൊക്കെ സപ്പോർട്ട് നിൽക്കുന്ന ഒരാളാണ് മേനുവിന്റെ ഉമ്മ. നമ്മൾ മക്കള് തെറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് അവര് സപ്പോർട്ട് നിൽക്കുന്നുള്ള ഒരു ബലത്തിലാണ് മേനു ഇത്ര ധൈര്യത്തിൽ അവിടെ നിൽക്കുന്നത്. എന്തിനാ അവരുണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ട് മേനുവിന്. ഗർഭിണി ആയപ്പോ വരെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോഴും എൻ്റെ വയറ്റിൽ കുട്ടി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അത്രയും പിന്നെയും ക്ഷമിച്ച് നിന്നത്. അതിനുശേഷം
ഞാൻ വിചാരിച്ചത് എനിക്ക് ഓപ്പറേഷൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ഓപ്പറേഷൻ കഴിയുമ്പോഴെങ്കിലും മാനു ഇനി തല്ലൂലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അത്രയും ബോഡി സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ നമ്മൾ ആ ഡെലിവറി കഴിയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും കുട്ടി ഉണ്ടായിട്ടും കുട്ടീനെ എൻ്റെ കയ്യിലിരിക്കാതെ എന്നെ തല്ലുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. മക്കളോട് സ്നേഹമുള്ള ഒരു വാപ്പ, ഒരു അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞു, മെസ്സേജ് അയച്ചു, കൊച്ചിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാനൊന്നും വേറെ ഒന്നും ചെയ്യാത്തത് അങ്ങനെ. പക്ഷെ ഈ പോലീസ് വിളിച്ചിട്ടും വരുന്നില്ല. അപ്പൊ ഈ മറ്റേ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് ഇല്ലേ? അപ്പൊ കൊച്ചിനെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞത്. ശരിക്കും അന്ന് രാത്രി കാറിൽ ഉപദ്രവിക്കാൻ വന്നത് പുള്ളിനെ തന്നെയാണോ, അല്ലെങ്കിൽ ഇല്ല, നാജീനെ കിട്ടിയപ്പോ എന്താ സംഭവം എനിക്കറിയില്ല. എന്തിനാ ഉപദ്രവിച്ചു? ചിലപ്പോൾ ഉപദ്രവിച്ചുകൊണ്ട് ചിലപ്പോൾ ലല്ലുവിനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുമായിരിക്കും. സ്റ്റേഷനിൽ വെച്ചിട്ട് അവസാനം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നാജിനെ കൊണ്ട് ലല്ലുവിനെ വിളിപ്പിച്ചിട്ട് ഇന്ന ലൊക്കേഷനിലേക്ക് വാടാ എന്ന് പറഞ്ഞിട്ട് നാജിനെ കൊണ്ട് വിളിപ്പിച്ചായിരുന്നു. അതൊക്കെ ഇവരുടെ പ്ലാനിങ് ആണ്. അപ്പൊ ലല്ലുവിനെ അവിടെ എത്തിച്ചിട്ട് ലല്ലുവിനെ മർദ്ദിക്കാനുള്ള ഒരു പ്ലാനിങ് ആയിരിക്കണം ഉണ്ടായിട്ടുണ്ടാവുക. കുട്ടീന്റെ ഒരു സഹതാപത്തിലാണ് പുള്ളി ഒന്നും ചെയ്യാത്തത്. കുട്ടീനെ ആലോചിച്ചിട്ടാണ്. ആദ്യം കുട്ടീനെ കാണിക്കാന്ന് പറഞ്ഞു, പിന്നെ കുട്ടീനെ കാണിക്കില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടീനെ ആദ്യം കുറച്ച് തിരൂരത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു വട്ടമൊക്കെ കൊച്ചിനെ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തൊക്കെ അയച്ചു. അതിനുശേഷം ഇതുവരെ കുട്ടീനെ കാണണമെന്നോ കുട്ടീനെ കാണാൻ വരട്ടെന്നോ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നോ. ചെറിയ കൊച്ച്, 9 മാസമുള്ള കൊച്ച, ഡയപ്പർ ആവശ്യമുണ്ട് അവന്, ഫുഡ്, കുറുക്ക്, എന്തൊക്കെ ആവശ്യമുള്ള ഒരു കൊച്ചിന്റെ ചെലവ് എന്താണെന്ന് അറിയാവുന്നല്ലേ. അപ്പൊ അതൊന്നും അന്വേഷിക്കാത്ത ആള് പിന്നെ ഈ മീഡിയക്ക് മുന്നിൽ വന്നിട്ട് സഹതപിക്കേണ്ട കാര്യമില്ല. അതൊന്നുകിൽ എന്നെ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ച് പറയാം എനിക്ക് കുട്ടീനെ കാണണം അങ്ങനെ പറഞ്ഞ്, അപ്പൊ ഞാൻ കാണിക്കും. ഞാൻ കാണിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൊച്ചിന്റെ വാപ്പ തന്നെയാണ് എന്ത് വന്നാലും. പിന്നെ മെഹനു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു യൂട്യൂബില്. പുള്ളി തന്നെ സെൽഫി എടുത്തിട്ട് പുള്ളി ഒരു വീഡിയോ പോകുന്ന ഒരു വീഡിയോ ആണ്. ഞാനത് പ്ലേ ചെയ്യാം. അതിൽ എത്രമാത്രം സത്യം ഉണ്ടോ എന്ന് സഫ പറയണം. എന്താ വെച്ചാൽ നമ്മളിത് ഇതണ്ട, ഈ വീഡിയോ കണ്ടില്ലേ? ഏതോ ചെക്കൻ്റെ ഹെൽമെറ്റ്, ഇതൊക്കെ ഫ്ലാറ്റിൽ പുള്ളി പോയി എടുത്ത് വീഡിയോ ആണ്. ഇതിനൊക്കെ എന്താ പറയാനുള്ളത് സഫക്ക്? ഇതൊക്കെ ഫുള്ളായിട്ട് കണ്ടോ? മലപ്പുറമുള്ള ചെക്കനാണ്. അതെ, ഡ്രസ് നോക്കിയപ്പോ എന്നെ മനസ്സിലായോ മലപ്പുറം പ്രൂഫ് ഉണ്ടല്ലോ. ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലേ? സംശയമാണ് എന്റെ. അല്ല, ഇതൊക്കെ ഒരാള് വെറുതെ പറയോ എന്ന് തോന്നുന്നുണ്ടോ? ഇത് പോസ്റ്റ് ചെയ്തു. ഒരു മിനിറ്റ്, ഇതാ ലൈസൻസാ, ആള് വന്നതിന്റെ തെളിവ് എന്നൊക്കെ പറയും. ആ ഷോപ്പറിൽ ഇരിക്കുന്നില്ലേ, അതെന്റെ സാധനങ്ങളാ. ആ സ്വെറ്ററും അതിന്റെ അടിയില് ചെറിയ ട്രൗസറും ചെറിയ ഇന്നറും ആണ് പെണ്ണുങ്ങളുടെ ഉള്ളിൽ ഇടുന്നത്. ഇതിൽ സത്യം ഉണ്ടോ ഇല്ലയോ? സത്യം ഉണ്ട്, ഞാൻ പറയാം. 13-ാം തീയതിയാണ് മാനു എന്റെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്ന സമയം. ആ ഒരു സമയം 10 മണി സംതിങ് ആയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മാനു പോയിട്ടുണ്ട് എന്നെ അന്വേഷിച്ചിട്ട്. അതിനുശേഷം എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് എൻ്റെ ഫ്ലാറ്റ് കുത്തി പൊട്ടിച്ചിട്ടാണ് സംഭവം എടുക്കണേ. ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഊബർ ഡ്രൈവർ ബാഗും കുറച്ച് സാധനങ്ങൾ എൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടുണ്ടെന്ന്. ആ ബാഗിനകത്ത് ലല്ലുവിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ്, അവർ ഒരുമിച്ച് താമസിക്കുന്ന, ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിക്കുന്നതാണ് ഞാൻ അതിനുശേഷം അറിഞ്ഞത്. അപ്പോൾ അവൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവൻ്റെ കൊടുത്തു വിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ 2 ബാഗ് ഉണ്ടായിരുന്നു. 2 ബാഗാണ് എൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടുള്ളത്. ആ ഷോപ്പറിലുള്ള സാധനങ്ങളെല്ലാം എൻ്റെതാ. പുതിയ നമ്മൾ ഈ ഉള്ളിലൊക്കെ ഇടുന്ന ഇന്നർ ടൈപ്പും ട്രൗസേഴ്സൊക്കെയാണ് അതിനകത്തുള്ളത്. അത് എൻ്റെ സാധനങ്ങളാണ്, എൻ്റെ പുതിയ ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ്. മാനു ഒരാഴ്ചയായി നമ്മുടെ ഫ്ലാറ്റിൽ ഇല്ല, എൻ്റെ ഫ്ലാറ്റിൽ ഇല്ല, എൻ്റെ കൂടെ ഇല്ല. പുള്ളി ബെഡും കിടക്കൊക്കെ എടുത്ത് പോയതാ, എവിടേക്കോ പോയതാ, പറയാണ്ട് പോയോ? നമ്മളൊരു ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു ദിവസം മാനു ഇറങ്ങിപ്പോയതാ. എന്നിട്ട് പറയുന്നത് ഞാൻ ഇറക്കി വിട്ടെന്നാ. ഞാൻ എവിടെ ഇറക്കിയിട്ടുള്ള മാനോട് സ്വയം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാ. ഞാൻ മാനോട് ഒരു ഫ്രണ്ടിനെ നിരന്തരം ഞാൻ വിളിച്ചു, മാനോടെ പോയെന്ന് അറിയുന്ന വെച്ചപ്പോൾ എവിടെയെന്ന് അവൻ പറയുന്നില്ല, ഇന്ന സ്ഥലത്ത് ഉണ്ടെന്നാ പറയുന്നത്, അന്വേഷിക്കണ്ടേ ഏതാ സ്ഥലം എന്ന് പറഞ്ഞു. ആ സമയത്ത് മാനു താമസിച്ചത് ഏതൊരു കഫേലാ, ഏതൊരു കോഫി ഷോപ്പിൽ, അവിടെ എവിടെയാണ്, നമ്മുടെ ഇവിടെ അത്താണിക്ക് എവിടെയോ ഉള്ളൊരു കോഫി ഷോപ്പിലാണ്. ആ കോഫി ഷോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ നാജീനെ തല്ലുന്നതും വീഡിയോ എടുത്തതൊക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ്. അവിടെ മാനു വർക്കിന് പോയായിരുന്നു കുറച്ച് നാളത്തേക്ക്. അപ്പോൾ ഈ ഡ്രസ്സും കാര്യങ്ങളും അവിടെ ഉണ്ട് ഓൾറെഡി. അതാണ് മാനു ആ 13-ാം തീയതി വാതിൽ കുത്തിപ്പൊട്ടിച്ച് വന്നിട്ട് ബാഗിലത്തെ സാധനങ്ങൾ എടുക്കുന്നു. അതിൽ അവൻ്റെ പ്രൂഫും കാര്യങ്ങളുണ്ട്. നാജീൻ്റെ പ്രൂഫ് ഉണ്ടായില്ല എന്ന് പറഞ്ഞു. നാജിയുടെ കുറേ സ്പ്രേയും പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തുകൊണ്ട് നാജീനെ എന്നിൽ ഡൗട്ട് അടിപ്പിച്ചില്ല? മറ്റവൻ്റെ ഐഡിയ ഉണ്ടായത് കൊണ്ടാണല്ലോ. നാജീൻ്റെ ഒരു ബാഗ് സെറ്റ് ഉണ്ട്, നാജീൻ്റെ പുതിയ ഡ്രസ്സും നാജീൻ്റെ ഇന്നർ വിയേഴ്സ് അടക്കമുള്ള ഒരു ബാഗ് ഉണ്ട്. എന്തുകൊണ്ട് നാജീനെ വെച്ച് തന്നെ ഡൗട്ട് അടിച്ചില്ല? ഇത് ഫസ്റ്റ് ലല്ലുമായിട്ട് തന്നെ ഡൗട്ട് അടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാ, നിങ്ങൾ 3 ആള് തമ്മിൽ മീൻസ്
എനിക്ക് 2 ആളും ഉണ്ട് അത്ര ആ ബന്ധം. എന്താ ഇപ്പൊ പറയാ. എന്നിട്ട് മാനു പറയുന്നത് ഇപ്പൊ എനിക്ക് ഈ ഒരു ബന്ധം ഉണ്ടായതുകൊണ്ടാണ് മാനുവിനെ ഞാൻ ഒഴിവാക്കുന്നതെന്ന്. നമ്മൾ ഓൾറെഡി മുന്നേ പ്രശ്നമുണ്ട്. ഇപ്പൊ കുഞ്ഞുപെങ്ങളുടെ കല്യാണം ഷൂട്ട് 10-ന് നമ്മളെ വിളിച്ചതാ. ഈ ഒരു പ്രശ്നത്തിന് മുന്നേ നമ്മളെ വിളിച്ചതാ. ആ സമയത്ത് തൻസിക്കാടത്ത് ഞാൻ പറഞ്ഞു കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഇക്ക, നമ്മൾ തമ്മിൽ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇക്ക ചോദിച്ചാൽ എന്താ സംഭവം. ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നീക്കി കൊണ്ടുപോയി. അപ്പൊ മുന്നേ ഉള്ള പ്രശ്നമാണ് നമ്മുടെ. ആ സമയത്തെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നു, ഫ്ലാറ്റിൽ വരുന്നു, വീട്ടിൽ പോയി നിൽക്കുന്നു. അതിനിടക്ക് സംഭവിച്ച സംഭവമാണ് ഇത്. 13-ാം തീയതി വന്നിട്ട് 14 അന്ന് ഈ ബാഗും കാര്യങ്ങളും കണ്ട ആള് എന്തുകൊണ്ട് ഇട്ടില്ല. 14-ാം തീയതി നമ്മൾ തിരൂര് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആണ് പറയുന്നത് വാലന്റൈൻസ് ഡേക്ക് എന്റെ വൈഫ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ സ്റ്റോറി. അതാണല്ലോ ഫസ്റ്റ് ഇട്ടത്. എന്തുകൊണ്ട് ഈ 13-ാം തീയതി കിട്ടിയ ബാഗ് അന്ന് ഇട്ടില്ല? 14-ാം തീയതി വരെ എന്തിനു വെയിറ്റ് ചെയ്തു? അന്ന് ഇട്ടുകൂടായിരുന്നു? ഒന്ന് ചിന്തിച്ചാ പോരെ. എന്നിട്ട് ഫസ്റ്റ് തന്നെ മാനാസ് അല്ല എനിക്ക് തയ്ച്ചെന്നെ, ഫസ്മിനെയാണ് എനിക്ക് തയ്ച്ചു തന്നിട്ട് ഇതെങ്ങനെ നിന്റെ ഇവിടെ എത്തി, ഫുള്ള് കുറെ തെറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് നിന്റെ അടുത്ത് നമ്മുടെ പറയാൻ അനുവദിക്കുന്നില്ല. എന്താ ഇവിടെ നടന്നേന്ന് പറയാൻ അനുവദിക്കുന്നില്ല. പറയുന്നത് നിന്റെ ഇവിടെ ഇതെന്നിങ്ങനെ എത്തി, ഇന്റർവ്യൂസ് എങ്ങനെ ഇവിടെ എത്തി, അതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 2 ബാഗാണത്. ഇത് തിരൂര് സ്റ്റേഷനിൽ വന്ന സമയത്ത് ഈ ബാഗിനകത്ത് ഇവരുടെ സാധനങ്ങൾ ഇട്ടാ കൊണ്ടുവന്നേ. അപ്പൊ ഞാൻ അന്നേരം സ്റ്റേഷനിൽ സാറുമാർ പറഞ്ഞു സാർ ഇവരുടെ ബാഗല്ല ഇത് എന്റെ ഫ്രണ്ട്സിന്റെ ബാഗാന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഇല്ല ഇത് നമ്മുടെ ബാഗാ. അവർക്ക് ആ ബാഗും വേണം അത്രേ. അവര് സാധനങ്ങൾ മൊത്തം കൊണ്ടുപോയി, എന്റെ പുതിയ ഡ്രസ്സുകൾ അടക്കം കൊണ്ടുപോയി. അല്ല കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞില്ലേ, എന്തും പറഞ്ഞിട്ടാ പോയത്? മാനുവോ ഒന്നും പറഞ്ഞില്ല. ഞാൻ വരുമ്പോ ഫ്ലാറ്റിലില്ല. അതിന് തക്കതായ കാരണം എന്താണ്? പോകാൻ കാരണം അന്ന് എന്നെ തല്ലിയ കേസ് ഉണ്ടായില്ലേ, ആ സമയത്തിന് പിറ്റേ ദിവസം ഓർന്നു ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അപ്പുറത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട്. എനിക്ക് നിൽക്കാൻ ധൈര്യം വന്നില്ല, വീട്ടില് ഫ്ലാറ്റിൽ നിൽക്കാൻ ധൈര്യം ഉണ്ടായില്ല. എന്നിട്ട് അവള് വന്നു, എന്നിട്ട് വണ്ടി വാഷ് ചെയ്യണമായിരുന്നു എനിക്ക്. ഞാൻ ഊബറിന് കൊടുക്കാൻ നിൽക്കണായിരുന്നു ആ സമയത്ത്. അവളുടെ വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം പോയി നിന്ന് പിറ്റേ ദിവസം വരുമ്പം ബാഗില്ല, ബെഡില്ല. നമ്മൾ ഈ ബെഡ് വിരിച്ചിട്ടാണ് കിടക്കുന്നത്, ബെഡില്ല, സാധനങ്ങളൊന്നുമില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഇല്ലാന്ന്. അപ്പൊ തന്നെ മാനുവിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയായിട്ട് കമ്പനി ഉണ്ട്. പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, വിളിച്ചപ്പോ അവൻ പറഞ്ഞത് എവിടെയെന്ന് പറയൂല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നാ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞു. കൊച്ചി ഇപ്പൊ എറണാകുളത്ത് ഉണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ 2 വർഷം കൊണ്ടായില്ലേ നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ പറഞ്ഞല്ലോ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? മെഹനു വല്ല ഉപയോഗിക്കുന്ന വല്ലതും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കേസ് കൊടുത്തതിൽ അത് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഡ്രഗ്സ് അടിച്ചിട്ടാണ് ഈ അതെനിക്കറിയത്തില്ല. മുന്നേ ഈ കുടിക്കുന്ന സ്മെല്ല് എനിക്കറിയാം. അത് കുടിക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അല്ലാതെ പക്ഷെ സാധാരണ കുടിക്കുമ്പോഴൊക്കെ പുള്ളി ക്യാരക്ടർ മാറും പുള്ളിയുടെ. അങ്ങനെയൊക്കെയാണ്. എന്താ എങ്ങനെയാണ് ഇതിന്റെ അഡിക്ഷൻ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഡ്രഗ്സ് വല്ലതും ഇതാക്കുന്ന വല്ലതും കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. ഇപ്പൊ അവര് ഇപ്പം മെഹനുവും മറ്റവരുടെ പേരെന്തായിരുന്നു? നമ്മളെ ഫസ്മിന. അവര് രണ്ടും ഒന്നിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്ന കണ്ടായിരുന്നു, ഇന്റർവ്യൂ പോലൊക്കെ കണ്ടായിരുന്നു. അപ്പം നമ്മള് വിളിച്ചിട്ട് ഇന്റർവ്യൂ തരുന്നില്ല. ഇനിയിപ്പോ അവര് തമ്മില് എന്താ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അതായത് കഴിഞ്ഞാല് എനിക്ക് അവരെ നേരിട്ട് പരിചയമില്ല. അപ്പൊ മെഹനൂനെ എനിക്കറിയാം, നമ്മള് മുമ്പ് ഒരു വട്ടം ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, പരിചയമുണ്ട്. മറ്റവരെ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഇന്റർവ്യൂ അവർക്ക് കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല. പക്ഷെ ഞാൻ 2-3 ചാനലൊക്കെ കണ്ടു അവര് തമ്മിൽ ഇന്റർവ്യൂ എടുക്കുന്നത്. അവര് തമ്മിൽ എന്തെങ്കിലും അങ്ങനെ ഇന്റർവ്യൂ എടുക്കുമ്പോ അവർക്ക് അങ്ങോട്ട് മീൻസ് ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിന് ഉത്തരം പറയണം, അങ്ങനെയല്ലേ? അത് അവരാകുമ്പോ പരിചയക്കാരാണോ? പരിചയം ഈ ഒരു ഇതിലുള്ളൊരു പരിചയം ഉള്ളൂ എന്നാണ് എന്റെ ഒരു അറിവില്. കാരണം ഫസ്റ്റ് ഞാൻ ഫസ്മിനായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ മാനു അവളെ പറ്റി കുറ്റം പറഞ്ഞതാ. അല്ല അപ്പൊ ഈ യൂട്യൂബ് തുറക്കുമ്പോ സഫാനെ കുറിച്ചിട്ടാണല്ലോ മൊത്തം ചീത്ത പറയണ അവർക്ക് കാരണം എന്താണ്? അപ്പൊ ഇത്രയും ദേഷ്യം വരാൻ കാരണം എന്താ? എനിക്കൊന്ന് ചിലപ്പോ അറിയത്തില്ല. അവർക്ക് ചിലപ്പോ അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെ അറിയത്തില്ല ആയിരിക്കാം. അല്ല ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അതും കൂടി ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് അത് ഇപ്പൊ നിരന്തരം ഇൻസ്റ്റയിലും റീൽസും ഷോർട്സും മറ്റേ വീഡിയോസ് ഒക്കെ ആയിട്ട് അവർക്കെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു പെണ്ണിനോട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഹസ്ബൻഡ് ലല്ലു ആണോ? അവരുടെ എക്സ് ഹസ്ബൻഡ് ആണ് ലല്ലു. ലീഗലായിട്ട് മാരീഡ് അല്ല, തൊലാക്ക് വാപ്പാടെ അടുത്ത് പറഞ്ഞെന്നാണ്. അപ്പൊ തൊലാക്ക് ചെല്ലി നമ്മള് വേർപിരിഞ്ഞാണല്ലോ. ഇനിയിപ്പൊ ഇവള് പറയുന്ന കോർട്ടിൽ നിന്ന് നമുക്ക് തൊലാക്കിന്റെ പേപ്പർ കിട്ടണ്ടേ, അത് അവൻ അയക്കുന്നില്ല എന്നാ പറയുന്നത്. അവൻ അയച്ചില്ലെങ്കിൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് അയക്കാം. ഇപ്പൊ മാനുവിനെതിരെ ഞാനാ കൊടുത്തേക്കുന്നേ, എനിക്ക് വേണ്ടാന്നുള്ള രീതിയിൽ ഞാനാ പേപ്പർ കൊടുത്തേക്കുന്നത്. അതുപോലെ അവൾക്ക് വേണമെങ്കിൽ അവൾക്ക് കൊടുക്കാം. അവളെപ്പോഴും പറയുന്നത് അവൻ തരുന്നില്ല,
എന്നുള്ള അല്ല രീതിയാണ്. അവൻ തരാത്ത എന്താണ്? അവര് തമ്മിലുള്ള അവര് ഭയങ്കര ഉടക്കിലാണ്. അപ്പോ ഓ നല്ല ഉടക്കാണ്. അത് കുറെ നാളായോ ആ നിങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പുണ്ടോ അത് ആ ഉടക്കുണ്ട്? ആ വേറൊരു ഇഷ്യൂ നടന്നില്ലേ ഇതിനിടക്ക് എന്തോ സംഭവം? ഫസ്മീന ഇതുപോലെ ലല്ലുവിനെ കുറച്ച് ബാഡ് ആക്കിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പോലും ഫസ്മീന ബാംഗ്ലൂർ ഇവന്റെ അടുത്ത് ചെന്നിട്ടുണ്ട് റൂമിൽ. ഇവനെ പറ്റി നെഗറ്റീവ് മീഡിയക്ക് മുന്നിൽ പറയുമ്പോൾ പോലും ഫസ്മീന ലല്ലുവിന്റെ അടുത്ത് ചെന്നിട്ടുണ്ട്. ഓ ആ ഒരു വീഡിയോ ഒരു ഇന്റർവ്യൂവിൽ അവൻ വിട്ടിട്ടുണ്ട്. ഈ സ്നാപ്ചാറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്താ സംഭവം? അതൊന്നും പറയാം. ഫോട്ടോസ് ആണോ? അതന്നെ. ഏത് നമ്മൾ സ്നാപ്ചാറ്റ് എടുക്കുമ്പോൾ എല്ലാ ഗേൾസും ഞാൻ പറയുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ മുസ്ലിം ഗേൾസിന് ഇത്ര കോസ്റ്റ്യൂംസ് ഒന്നും ഇടാൻ പാടില്ല. മീൻസ് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ പറ്റില്ല. ഇപ്പൊ വയറ് കാണിച്ച ഡ്രസ്സ് ഒന്നും ഇട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്താക്കും, ഞാൻ സ്നാപ്പ് ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ മിറർ സെൽഫീസ് ഞാൻ അങ്ങനത്തെ എടുക്കാറുണ്ട്. ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെന്നല്ല, അതുപോലത്തെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അത് ഞാൻ സേവ് ചെയ്ത് ഗാലറിയിൽ വെക്കാറുമുണ്ട്. ഇതെന്താ സംഭവം പറ്റിയെന്ന് വെച്ചെങ്കിൽ, നമ്മൾ സേവ് ആക്കുമ്പോൾ സ്നാപ്പിൽ ക്യാമറ റോൾ എന്ന് പറഞ്ഞിട്ട് സ്നാപ്പിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഈ സേവ് ആക്കിയതൊക്കെ വന്ന് കിടക്കും. മാനുവിൻ്റെ എൻ്റെ സ്നാപ്പ് ഉണ്ട്. അപ്പൊ ഈ ഫോട്ടോസ് ഒക്കെ മാനുവിന് കിട്ടി. ഈ അടുത്ത് എനിക്ക് മാനു ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഇനി ഇതിപ്പോ ഫസ്മിനയുടെ എത്തുമല്ലേ എന്ന് ഞാൻ ചോദിച്ചോളൂ. പിന്നെയാണ് ഫസ്മിന പറയുന്നത്, ഞാൻ ലല്ലുവിന് ബാഡ് ആയിട്ടുള്ള ഫോട്ടോസ് അയച്ചു കൊടുത്തു. അവളുടെ മൊത്തം ലല്ലുയുടെ ചാറ്റ് മൊത്തം ഉണ്ട്, മുന്നേ തൊട്ടുള്ള. വൺസ് ആയിട്ട് അയച്ചു തന്നെ. വൺസ് ആയിട്ട് അയച്ചാൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡിൽ കാണൂല. പിന്നെ അത് ബാഡ് മീൻസ് സ്ലീവ് ഇല്ലാത്ത ഇട്ടിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. എന്നിട്ട് ഇത് പറയുന്നത്, ഇതൊക്കെ തെറ്റല്ലേ, MDM നിന്റെ ശരീരത്തിൽ ഉണ്ടെന്നത് ഉറപ്പായും ചെയ്ത് നീ അറിയാതെയോ എങ്ങനെയോ നിന്റെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട്. നിന്നെ നശിപ്പിക്കാൻ നോക്കുക എല്ലാരും കൂടി. എങ്ങനെ പോയവരാ നമ്മൾ, പെട്ടെന്ന് ഒന്ന് സമ്മതിച്ചതാണ്. സമ്മതിച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് സമ്മതിക്കാനാണ് പറയുന്നത്. അപ്പൊ തന്നെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടു, ഇതൊക്കെ ഞാൻ സ്നാപ്പിലെടുത്ത ഫോട്ടോസാണ്, സോ അതെൻ്റെ പേഴ്സണൽ ഫോട്ടോസാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. അതിനുശേഷം ഞാൻ പറയുകയും ചെയ്തു, സ്ക്രീൻഷോട്ട്. അപ്പോൾ മാനോ എന്തോ സ്ക്രീൻഷോട്ട് എടുത്തു. ഞാൻ പറഞ്ഞു, സ്ക്രീൻഷോട്ട് എടുത്തോ, നോ പ്രോബ്ലം, ഫസ്മിനാക്ക് അയച്ചു കൊടുക്ക്, എന്നിട്ട് അവൾക്ക് കണ്ടന്റ് ആയില്ലേന്ന് പറഞ്ഞ്. സംഭവം അതുപോലെ തന്നെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ ഇതിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്? ഫസ്മിനാക്ക് ഇനി എന്നെ നാറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനിയിപ്പോ എന്റെ വേറെ നാറ്റിക്കാനൊന്നുമില്ല. ഇതുപോലത്തെ ഫോട്ടോസ് കിട്ടിയാലായില്ല, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ എന്റെ വേറെ ആരുടെ കൂടെ കിടക്കുന്ന ഫോട്ടോ അവർക്ക് എന്താ ഗുണം? അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരുടെ ക്യാരക്ടർ എന്താന്ന് വെച്ചെങ്കിൽ, ഒരാളെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഹറാസ്മെന്റ് ചെയ്ത് അങ്ങനെ വരുമ്പോ ഒരു പോലീസ് കേസ് കൊടുക്കണമെന്നത്. ഇപ്പൊ ഞാൻ വെറുതെ ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കുമ്പോ ഇത് കണ്ടില്ലേ, കരയുന്ന ഫോട്ടോ, ഇവരുടെയൊക്കെ ഓരോരോ, അതന്നെ എല്ലാ ഇതിലും അതന്നെ ഇതന്നെ. അവ രണ്ടുപേരുടെയൊക്കെ കണ്ടില്ലേ, ഓരോ രണ്ടുപേരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇത് രണ്ടാമത് വെച്ചിട്ട് ആ ഫോട്ടോസ് എനിക്ക് അയച്ചത് ഇങ്ങനെ സംഭവം. ഞാൻ പറഞ്ഞു, അത് ഇനിയിപ്പോ ഫസ്മിനയുടെ എത്തും എന്ന് പറഞ്ഞു. ആ സമയത്ത് ഫസ്മിനയുടെ വീഡിയോയിൽ ഫസ്മിന പറഞ്ഞത്, ലല്ലുവിന്റെ സ്നാപ്പ് അവളുടെ ഉണ്ട്, ഞാൻ അയക്കുന്നത് ആദ്യം മുതലേ അവള് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല? അപ്പൊക്കെ അവൾക്ക് എന്നെ അറിയാം, ഞാനാണ് സഫ എന്നൊക്കെ അറിയാം. അപ്പൊ അവൾക്ക് എന്റെ വീഡിയോ ചെയ്തുകൂടെ? ഞാൻ ഇതുപോലെ സ്നാപ്പ് ലല്ലുവിന് അയച്ചിരുന്നു. ഞാൻ ബാഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ലല്ലുവിന് അയച്ചു കൊടുത്തിട്ടില്ല. ഇത് ഈ ക്യാമറ റോളിൽ സേവ് ചെയ്തത് മാനു അവൾക്ക് അയച്ചു കൊടുത്തു. അതാണ് അവളിപ്പോൾ സ്നാപ്പിൽ നിന്റെ കുറച്ച് മിറർ സെൽഫീസ് ഉണ്ട് പബ്ലിഷ് ചെയ്യാന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് ഉള്ളത്. ഇത് ഇനിയിപ്പോൾ മീഡിയക്ക് മുന്നേ ഇട്ടെടുത്തോണ്ട് എന്താ സംഭവം എനിക്കറിയില്ല. ഹറാസ് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ വല്ല സൂസൈഡ് ചെയ്യാനോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചെയ്യൂല, അത് വേറെ കാര്യം. അതിന് വേണ്ടിയാണോന്ന് ഇവർ രണ്ടാളും പ്ലാൻ ചെയ്യുന്നത്. മാനു ഇതിന്റെ ബാക്കിലാണ് കളിക്കണേ. മാനു നേരെ കളിക്കുന്നില്ല. മാനു ഇത് അവൾക്ക് ഇട്ടുകൊടുക്കുന്നു, അവള് നല്ല രീതിക്ക് ഒന്ന് വീഡിയോ ചെയ്യുന്നു. അതുപോലെ മാനോട് വേറെ കുറെ ഫ്രണ്ട്സിന്റെ അടുത്ത് വേറെ പലത് ചെയ്തു കൊടുക്കുന്നു. ഇപ്പൊ ഈ ബാഗിന്റെ സംഭവം ഇട്ടത് വേറെ ആൾക്കാരാ. എല്ലാം മാനു പുറകേന്ന് കളിക്കുന്നത്, മാനുവിനൊന്നും ബാധിക്കാത്ത രീതിയിൽ കളിക്കുന്നത്. മാനു നല്ല രീതിക്ക് ബുദ്ധിപൂർവ്വം കളിക്കുന്നത്. ഫസ്മിന അതില് വീണുപോയി. ഫസ്മിന എനിക്കെതിരെ ചെയ്തോണ്ടിരിക്കുന്നത് മെഹനുവിന്റെ ഒരു കൊച്ചാണ് അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് ഇതിനു ശേഷം പിന്നെ വെളിയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അതല്ലേ കൊച്ചിനെ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ചാറ്റ് മൊത്തം ഞാൻ കാണിച്ചുതരാം. ഈ അടുത്ത ഒരാഴ്ച 2 ആഴ്ചത്തെ ചാറ്റ് മൊത്തം കാണിച്ചുതരാം. കുട്ടീനെ വേണമെന്നുള്ള ആള് കുട്ടീനെ കാണണമെന്ന് പറയൂലേ ഈ അടുക്ക്. അല്ല, അതൊക്കെ സഫ പറയുന്നത് വിശ്വസിക്കാം നമുക്ക്. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളായാലും നമ്മളുടെ ഒരു മക്കളെ ഒരാഴ്ചയോ 2 ദിവസമോ കാണാണ്ടാകുമ്പോൾ എനിക്ക് പറ്റൂല. എനിക്കിപ്പോ കുട്ടീനെ ഞാൻ എന്തെങ്കിലും ഷൂട്ടിന് ഞാൻ ഇപ്പൊ കൊച്ചിനെ ഒന്ന് എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പൊ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കും. എനിക്ക് കുട്ടീനെ കാണാണ്ടിരിക്കാൻ പറ്റൂല. അല്ല, കുട്ടീനെ വിളിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്ന ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മാനിന്റെ ഒരു അറിവുമില്ല കുട്ടീനെ കാണുന്നു. പിന്നെ എന്തിനാ?
ഇപ്പൊ ഇപ്പൊ നിങ്ങളിപ്പോ മാറിയതിന് ശേഷം റിഫയുടെ ഫാമിലി ആരെങ്കിലും വിളിച്ചിരുന്നു ഉമ്മച്ചി വാപ്പച്ചി വിളിക്കാറുണ്ട്. എന്താ പറഞ്ഞത് വിളിച്ചിട്ട്? ഇപ്പം ഉമ്മി വാപ്പി എല്ലാ ദിവസവും വിളിക്കും. എന്താ മോളൊക്കെ ആണോ, കുട്ടി എന്താക്കുന്നത്, എല്ലാ വിശേഷം ചോദിക്കാം. എന്നെ ഒരു മോളെ പോലെ തന്നെ അവര് കാണുന്നത്. അപ്പൊ അവരുടെ മകള് നഷ്ടപ്പെട്ടതാണ്. അപ്പൊ അവര് അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവര് അങ്ങനെ മോശമായിട്ട് അങ്ങനെ മോശം ഒന്നും പറയാറില്ല. ഇപ്പൊ എനിക്ക് എന്റെ അനുഭവത്തിലൂടെ എനിക്ക് എന്താണോ മനസ്സിലായത് അതെനിക്കറിയാലോ. അതന്നെ ഞാൻ അവരുടെ അടുത്ത് എന്റെ വിഷമങ്ങൾ തന്നെ ഞാനും പറയാറുള്ളൂ അവരുടെ അടുത്ത് എന്താണെങ്കിലും. ഈ അടുത്ത് ഞാനിപ്പോ കണ്ണൂര് പോയിട്ടുണ്ടായി. കണ്ണൂര് റൂം എടുത്ത് അങ്ങനെ എന്തൊക്കെയോ റൂമേഴ്സ് വന്നു. അതെന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ കണ്ണൂര് മാനുവിന്റെ റിഫാന്റെ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ സമയത്ത് ഞാന്, വാപ്പി, ഉമ്മി, അതായത് റിഫാന്റെ വാപ്പി, ഉമ്മി, അസാനു, എൻ്റെ മോൻ എല്ലാരും ഉണ്ട്. അങ്ങനെ നമ്മ പോയത്. ആ റൂമിനകത്ത് കിടന്നുറങ്ങുമ്പോ എൻ്റെ മോനും അസാനും ഒരുമിച്ച് കിടന്നുറങ്ങുന്നത് അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഉറങ്ങുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഓർമ്മക്ക്. കാരണം ഞാൻ ഇത് ഇതുവരെ പബ്ലിക്കിൽ ഇട്ടിട്ടില്ല. ഞാൻ കണ്ടെന്നുള്ള ഫോട്ടോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ചിലവർ പറയും ഞാൻ ചിലപ്പോ അതുകൊണ്ട് സഹതാപം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോസ് ഇടുന്നതെന്ന് പറയും. ആ ഒരു റൂമർ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടാറില്ല. അസാനുവിനെ അത് മാനോ ഇല്ല, 6 വയസ്സായില്ലേ മോനിക്ക്. അവനെ വിളിക്കാറൊന്നുമില്ല. അവനിക്ക് എന്നെ അറിയാം, എന്റെ പേരൊക്കെ അറിയും. അവൻ വീഡിയോസ് കാണാറുണ്ട്. മാനുവിനെ അറിയും, എല്ലാരും അറിയും. അത് ഇപ്പം ഇനി നാളെ ഇപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഇപ്പൊ മെഹനു വിളിക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കാൻ അതെ എന്റെ കുഞ്ഞിനെയോ? അതിപ്പോ ഇനിയിപ്പൊ ഇത് കണ്ടേ കൊണ്ട് ഇനിയിപ്പൊ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ കാണിക്കൂല എന്ന് പറഞ്ഞാൽ അത് മാനുവിനൊരു ഇതായില്ലേ? അല്ല, അത് ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുന്നതിന് മുമ്പാണെങ്കിലും കാണിച്ചു കൊടുക്കുമായിരുന്നു. കാണിച്ചു കൊടുക്കുമായിരുന്നു, തീർച്ചയായും ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഒരു വട്ടം ചോദിച്ചപ്പോ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മാറി നിൽക്കുന്ന എത്ര നാളായി? ഇപ്പൊ 1 മാസം കഴിഞ്ഞില്ലേ? ഇന്നിപ്പോ 15-ാം തീയതി അല്ലേ? ഇന്നലെ ആയിരുന്നു കഴിഞ്ഞ വാലന്റൈൻസ് ഡേയുടെ 1 മാസമായി. 1 മാസം. കഴിഞ്ഞ മാസം വാലന്റൈൻസ് ഡേക്കാണല്ലോ ഞാൻ ഒളിച്ചോടിയത്. ഇപ്പൊ ഇന്നേക്ക് 1 മാസത്തെ വാലന്റൈൻസ് ആനിവേഴ്സറി 1 മന്ത്. ഒളിച്ചോടി എന്നുള്ള തന്നെയാണ് നിൽക്കുന്നത് നിലവില്. പിന്നെ ഇപ്പൊ ലൈവ് ഇട്ടാ തന്നെ ഓരോരുത്തർ ചോദിക്കുന്നത് ലല്ലോ റൂമിലുണ്ടോന്നാ ചോദിക്കല്. ഞാൻ പറയില്ല, ലല്ലോ എന്റെ അടുത്തുണ്ട്, ഞാൻ ലൈവ് ഇടോ? ഞാൻ അത്ര പൊട്ടത്തിയാ. കമന്റുകൾ വരുന്നത് കമന്റുകള് ലൈവില് വന്നത് ഇത് മൊത്തത്തില് കലങ്ങി നിൽക്കുന്നത് തന്നെയാണ്. ഇത് ഈ അടുത്തൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ്, എവിടെയാണ് അവസാനിക്കുന്നത് അറിയില്ല. ഇനിയിപ്പം പരാതിയായിട്ട് പോയിട്ടില്ലേ? അതെ അതെ, പരാതിയായിട്ട് പോയിട്ട് ഇപ്പൊ എന്താണ് ഇതിപ്പോ കുറെ പേര് പറഞ്ഞല്ലോ നീ പരാതി കൊടുക്കുമ്പോ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ പാടില്ലാന്ന് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ വീഡിയോ ഇടുമ്പോ എന്റെ അഡ്വക്കേറ്റ് എന്നെ വിളിക്കും, സഫ ദേഷ്യപ്പെട്ടൊന്നും ചെയ്യരുത്, കമന്റ് ദേഷ്യപ്പെട്ട് ഇടരുത്. എപ്പോഴും എന്നെ വിളിച്ചിട്ട് റഫ്താ സാറാണ് എന്റെ അഡ്വക്കേറ്റ്, റിഫാന്റെ അഡ്വക്കേറ്റ് തന്നെയാണ് എന്റെ സാറും. സാർ ഇടക്കിടക്ക് വിളിച്ചിങ്ങനെ പറയും, പാവം സാറാ, എല്ലാത്തിനും എന്നെ കൂളാക്കാനോ ഓക്കെ ആക്കുന്ന ഒരു അടിപൊളിയാ. സാറിങ്ങനെ വിളിച്ച് പറയാറുണ്ട് എന്നെ. ഇതിനിടക്ക് ആൽബത്തിലൊക്കെ അഭിനയിച്ച് ഞാൻ കണ്ടായിരുന്നു വീഡിയോ. റീല് അല്ല, ശരിക്കും ആ മേഖലയിലേക്ക് പോകാനാണോ താല്പര്യം? അങ്ങനെ എല്ലാ ആൽബവും ഞാൻ സെലക്ട് ചെയ്യൂല. നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയിട്ട് നമുക്ക് അത്ര ബാഡ് അല്ല എന്ന് തോന്നുന്നത് മാത്രം എടുക്കും. ഇപ്പൊ ഒരു ആൽബം വന്നിട്ടുണ്ട്, ഏപ്രിലിൽ ഷൂട്ട് എടുക്കുന്നുണ്ട്. അപ്പോ അതില് പോലും വരുമ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇന്റിമേറ്റ് സീൻസ് അധികം വേണ്ട, കോസ്റ്റ്യൂംസ് ഞാൻ അങ്ങനത്തെ ഇടുള്ളൂ, സ്ലീവ്ലെസ് അങ്ങനത്തെ ടൈപ്പ് ഒന്നും ഞാൻ ഇടൂല. അപ്പൊ അവര് അങ്ങനത്തെ നോക്കിയിട്ട് ഞാൻ അത് നേരത്തെ പറഞ്ഞു, ഞാൻ അങ്ങനത്തെ ചെയ്യുള്ളൂ, ബാഡായിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല. ഇപ്പൊ ഇനി ഏത് ഭാഗത്തുനിന്നും മെഹനുവിന്റെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാവോ? ഇനിയിപ്പോ എനിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടി. അപ്പൊ അതുകൊണ്ട് അപ്പൊ എല്ലാം കൊണ്ടും മെഹനുവിനെ ലോക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോക്ക് എന്നല്ല, എനിക്കിപ്പം സെക്യൂർഡ് ആവണം. അല്ല, എന്താണ് ഇപ്പൊ സഫയുടെ ഇപ്പം ഈ ഒരു കാര്യം, ഈ ഒരു ഇതിൽ എന്താണ് സഫ ഉദ്ദേശിക്കുന്നത്? ഇപ്പം മെഹനുമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മൊത്തത്തിൽ ഒഴിഞ്ഞു പോകാനാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി വേണ്ട, ലൈഫിൽ വേണ്ട. ഇപ്പം കണ്ടില്ലേ, ഇപ്പൊ ബാഡായിട്ടുള്ള ഫോട്ടോസ് അടക്കം ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അത് തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിക്ക് മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഹസ്ബൻഡിന് ഇനി വേണ്ടാത്തായിരിക്കും നല്ലത്. ഇപ്പൊ ഇനിയും മുന്നോട്ട് ഞാൻ കൊണ്ടുപോകുമ്പോ ഇതിലപ്പുറം ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്ത് വെക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യും. മതിയല്ലോ. ഇപ്പൊ ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കൊച്ചിന്റെ കാര്യം തന്നെ. ഇപ്പൊ ഈ കൊച്ചിന് ഇപ്പൊ എത്ര 1 മാസം? 9 മാസം. അല്ല, കാണാണ്ട് 1 മാസമായില്ലേ? ഒരാൾക്കും അങ്ങനെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ അതിലൊക്കെ എന്താ തോന്നുന്നത്? അത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ വാശിയാണോ? അല്ല, പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഈ 6 വർഷത്തെ കൊച്ചിനെ കാണാണ്ടിരിക്കാൻ ആരെങ്കിലും സമ്മതിക്കുമോ? അപ്പൊ ഞാനൊക്കെ മേനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടീനെ ഇതുപോലെ ആരെങ്കിലും ഇപ്പൊ മേനോന്റെ വീട്ടുകാർ വാങ്ങിച്ചു വെച്ചെങ്കിൽ ഞാൻ സമ്മതിക്കൂല. എന്നെ എന്ത് കേസിലും എന്റെ ജയിലിൽ കൊണ്ടുപോയിട്ടാലും ഞാൻ എന്റെ മോനല്ലാണ്ട് ഞാൻ തിരിച്ചു വരൂല അവിടുന്ന്.
അത് ഏതൊരു പാരന്റ്സ് അങ്ങനെയാണ്, സ്നേഹമുള്ള പാരന്റ്സ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, പക്ഷെ മീഡിയക്ക് മുന്നിൽ, ആൾക്കാരുടെ മുന്നിൽ ഒരു സഹതാപം എന്റെ കുട്ടീനെ അവള് കാണിക്കുന്നില്ല എന്നൊരു സംഭവം കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. അതിപ്പോ ഈ ഇന്റർവ്യൂയിലൂടെ കറക്റ്റ് ആണ്. സഫ കാണിക്കാത്തോണ്ടല്ല, അല്ല പുള്ളി ശ്രമിക്കുന്നില്ല എന്നല്ലേ അതിന്റെ ഉദ്ദേശം. ഇനി നാളെ ഇപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് നാളെ കൊച്ചിനെ കാണിക്കാന്ന് പറയുകയാണെങ്കിൽ, ഇത് കണ്ടിട്ട് ഇന്റർവ്യൂ വന്ന് ചോദിക്കേണ്ട അത് നല്ലൊരു ഇതൊന്നും ഇതല്ല. അല്ല, ഇത്രയും 1 മാസമായിട്ട് വിളിച്ചില്ലല്ലോ, പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. കൊച്ചിനെ കാണണം. ഇപ്പൊ സഫയായിട്ട് കാണണ്ട, കൊച്ചിനെ കാണണമെന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ മെഹനാസിന് അങ്ങോട്ട് മെസ്സേജ് അയച്ചിരുന്നോ? ഇപ്പൊ 1 മാസമായിട്ട് വിളിച്ചില്ല, കൊച്ചിനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, കൊച്ചിനെ കാണാൻ ചോദിച്ചില്ല, തിരിച്ച് അങ്ങോട്ട് മെസ്സേജ് അയച്ചിരുന്നോ? ഞാൻ ആകെ അങ്ങോട്ട് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞെങ്കിൽ ഈ അടുത്ത് ഇപ്പൊ സ്നാപ്പിന്റെ ഇഷ്യൂ ഉണ്ടായപ്പം ആ ഫോട്ടോസ് എനിക്ക് അയച്ചത് എനിക്ക് അറിയാതെ മാനുവിന്റെ വഴിയാണ് ഫസ്മിനാക്ക് എത്തിയെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ ഞാനൊന്ന് ചൂടായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്ത് മെസ്സേജ് അയച്ചത്? ഞാൻ പറയാം, കുറച്ച് അത്ര തെറിയൊന്നുമില്ല, ഒന്ന് വായിച്ചു നോക്കിയൊന്ന്. വായിക്കണം, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യണ്ട, ഒറ്റൊരു ഹെഡിങ് ആണോ അത്? എടാ മുന്നാര മോനെ, ഫസ്മീനെ പറയുന്ന ഇന്നർവെയർ ഇട്ട ഫോട്ടോ ഞാൻ ലല്ലൂന് അയച്ചോടാ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക്. നായേ, ഞാൻ നോർമലി സ്നാപ്പിൽ എടുത്തത് സേവ് ആക്കി കിടന്നത് നീ അവൾക്ക് അയച്ചു കൊടുത്തല്ലേടാ, കുറച്ച് ഉളുപ്പ്. ചീ, അത്ര മാത്രം. പിന്നെ റിപ്ലൈ ഒന്നുമില്ല. റിപ്ലൈ ഇല്ല. അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു പോയി. അപ്പം നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ ഞാനത് അയച്ചു കൊടുത്താന്ന്. ഇത്ര തണ്ടിത്തരം ചെയ്ത ഭർത്താവിനെ ഞാൻ ഇനി ലൈഫിൽ കൊണ്ടുവരുന്നതാണോ? ഞാൻ എന്നിട്ട് ഇത്രയൊക്കെ ചെയ്ത് ഞാൻ മുന്നത്തെ മെസ്സേജും പറഞ്ഞു, നെക്സ്റ്റ് പെണ്ണിനെങ്കിലും നല്ലോണം നോക്കട്ടോ. അതായത് പുള്ളി കെട്ടണം എന്നൊക്കെയുള്ള പറയുന്നത് ഇന്റർവ്യൂവിൽ. ഫസ്മിന ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു. ഇനി കെട്ടുന്നുണ്ടോന്ന് വെച്ചപ്പോ ഇനിയിപ്പോ സിംഗിൾ ആയില്ലേ, ഇനിയിപ്പോ നോക്കാന്നൊക്കെ പറയുന്നത്. അടുത്ത് ഇനി വരുന്ന പെണ്ണുങ്ങളോട് പറയാനുള്ളത്, എന്റെ അടുത്തൊന്ന് സംസാരിക്കുക, ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് കെട്ടുക, അത്രേ പറയാനുള്ളൂ. സഫേനി എന്തായാലും വേണ്ട, എന്റെ കൊച്ചിനെ ഞാൻ ഇതാക്കൂല എന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ട് അങ്ങനെ ഈ 1 മാസത്തില് കുട്ടീനെ കാണാൻ വന്നൂടെ? കുട്ടീനെ അന്വേഷിക്കൂലേ? കുട്ടീനെ വീഡിയോ കോൾ ചെയ്യൂലേ? അപ്പൊ പുള്ളിയുടെ ലക്ഷ്യം അതൊന്നുമല്ല. പുള്ളിക്ക് അതൊന്നല്ല, അത് ആൾക്കാരുടെ മുന്നിലൊരു ഇത് സഹതാപം ഇട്ടുകൊടുക്കുക, എന്നെ അത്ര ക്രൂരാക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും വീണ്ടും നമ്മള് മെഹനുവിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കും. ഞാൻ വരുമോ ഇല്ലെന്ന് പുള്ളിയാണ് തീരുമാനിക്കേണ്ടത്. അതായത് ഫസ്റ്റ് അല്ല, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ആ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം അതായത് ഇന്നലെ വരെ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ സഫയുടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്, എനിക്ക് ഒരു ഇന്റർവ്യൂ തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ട് റിപ്ലൈ ഇല്ല. അതിന് മുമ്പ് അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചു തന്നില്ലേ? അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ആൾക്കാരുടെ ഭാഗം കേൾക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ സഫ മാത്രം നമ്മളെ ക്യാമറക്ക് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ എന്താ ഇതിന്റെ അവസ്ഥ എന്നുള്ളത് പുള്ളിയുടെ അടുത്ത് കൂടി ചോദിക്കണം. അപ്പൊ എന്തായാലും ഞാൻ ഇനി മെഹനുവിനെ ഞാൻ വിളിക്കാം. മെഹനു ഇന്റർവ്യൂ തരികയാണെങ്കിൽ തരട്ടെ. ഇത്ര നേരം നമ്മളോട് നിന്നതിന് നന്ദി, നമസ്കാരം.